കാണേണ്ടത് എന്നെയായിരുന്നതുകൊണ്ട് വരുമോ എന്നൊരു സംശയം അവസാനം വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണത്. എന്തിനാ വരാൻ പറഞ്ഞേ? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൊന്നും കൂടി അറിയണം. വിശ്വസിക്കും, വിശ്വസിക്കേണ്ടതാണെങ്കിൽ. അതിവള് പറയട്ടെ. നിങ്ങൾ പറയാനുള്ളത് പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലേ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ശരി, ഞാൻ നീ പറഞ്ഞത് മുഖവിലക്കെടുക്കാം. അല്ലെങ്കിലും ഈ കേസിൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യം. നിന്റെ അച്ഛന്റെ മരണത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? നിന്റെ അച്ഛന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് ഞാൻ പറയും. നീ വിശ്വസിക്കണം. കൊലപാതകോ? അതെ. അത് ചെയ്തതാരാണെന്ന് അറിയണ്ടേ? ശരത്. അതെങ്ങനെയാ അവൻ? അതാണ് ശരത്ത്. അവൻ ഈ കൊലപാതകം മാത്രമല്ല, വേറെയും ഒരുപാട് കൊലപാതകങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അത് തരണമെങ്കിൽ നീ പക്ഷെ ചിലതൊക്കെ ചെയ്യണം. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യാറില്ല. ചെയ്തിട്ട് കാര്യമില്ല. ഫ്രീ ആയി നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതിനൊരു വിലയുണ്ടാവില്ല. പറ, ഞാൻ പറഞ്ഞ നീ ചെയ്യോ? എന്താ ചെയ്യേണ്ടത്? വേറൊന്നും വേണ്ട. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായ രണ്ടുപേരില്ലേ, നിരഞ്ജനും അക്ഷരയും, അവർക്കെതിരെ നീ പരാതി കൊടുക്കണം. പോലീസ് അന്വേഷിക്കട്ടെ, തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കട്ടെ. അങ്ങനെ നീ ചെയ്ത നിന്റെ അച്ഛന്റെ കൊലപാതകം നടത്തിയ ശരത്താണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഞാൻ നിനക്ക് കൈമാറും. ഒന്നോർക്കണം, എനിക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല. നീ പരാതി കൊടുത്താ നിന്റെ ഭർത്താവിന്റെ കൊലയാളികൾ അകത്തുപോകും. ഞാൻ തെളിവ് തന്നാൽ നിന്റെ അച്ഛന്റെ കൊലയാളി അകത്തുപോകും. രണ്ടായാലും ഗുണം നിനക്ക് തന്നെയാ. നിനക്ക് മാത്രം. എന്താണ് വേണ്ടതെന്ന് വേഗം തീരുമാനിക്കും. എനിക്കൊന്ന് ആലോചിക്കണം, എന്നിട്ട് മറുപടി പറയാം. മതി. പക്ഷേ തീരുമാനം അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. അയ്യേ, എന്താ ഇത് ദേവുട്ടി?